ആഫ്രിക്ക ഒരത്ഭുത ലോകമാണ്. ദൈവം പ്രകൃതിയിൽ ഒരുക്കിയ മനോഹരമായ കാഴ്ചകൾ കൊണ്ടും നിഷ്കളങ്കരായ ജനങ്ങളാലും സമ്പന്നമായ ഭൂഖണ്ഡം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കിഴക്കൻ രാജ്യങ്ങളിൽ ഒരു കൊച്ചു രാജ്യമാണ് കെനിയ. ഭൂമധ്യരേഖ കടന്നുപോകുന്ന കേരളത്തിനേക്കാൾ 3 ഇരട്ടിയിലധികം വലിപ്പമുള്ള ഈ രാജ്യത്തിൽ വെറും 150 വർഷം കൊണ്ട് ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വലിയ ക്രൈസ്തവ സമൂഹം വസിക്കുന്നുണ്ട്. കെനിയയിലെ ഈ ക്രൈസ്തവ സമൂഹത്തെ അടുത്തറിയാനും മിഷനെ അനുഭവമാക്കാനും ഷാലോം ഒരുക്കുന്നു ജംബോ ആഫ്രിക്ക. കെനിയൻ ഭൂപ്രകൃതിയിൽ ഭൂരിഭാഗവും വനമേഖലയാണ്. ആനകൾ, സിംഹങ്ങൾ, ചീറ്റകൾ, ജിറാഫുകൾ, സീബ്രകൾ തുടങ്ങി അനേകായിരം വന്യജീവികളും 100-ൽ-പരം പക്ഷിവർഗങ്ങളും സ്വതന്ത്രമായി വസിക്കുന്ന 50-ലധികം റിസർവുകളും പാർക്കുകളും ഇവിടെയുണ്ട്. ആഫ്രിക്കൻ കാടുകളുടെ ജൈവ വൈവിധ്യം സൃഷ്ടികളുടെ മഹാവൈഭവത്തെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. കെനിയയുടെ ആവാസ വ്യവസ്ഥയിൽ വനങ്ങൾക്കൊപ്പം മരുഭൂമിയും ചതുപ്പുകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കൊടുമുടിയായ മൗണ്ട് കെനിയയും ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ തടാകമായ ലേക്ക് വിക്ടോറിയയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കറുപ്പഴകും പരന്ന മൂക്കും ചുരുണ്ട മുടിയും 6 അടിയിലേറെ വരുന്ന ഉയരവും ഉള്ളവരാണ് ഇവിടുത്തെ മനുഷ്യർ. ഗോത്രവർഗ സംസ്കാരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. 42-ലധികം വംശീയ വിഭാഗങ്ങളുള്ള ഈ കുഞ്ഞ് ആഫ്രിക്കൻ രാജ്യം സംസാരിക്കുന്നത് 42ഓളം തന്നെ ഭാഷകളാണ്. എങ്കിലും കിസ്വലിയാണ് രാഷ്ട്രഭാഷ. നൃത്തവും സംഗീതവും കെനിയൻ ജനതയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ തീരെ അതിശയോക്തിയില്ല. അത്രത്തോളം അവ ഈ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. നൂറ്റാണ്ടുകളായി രാജ്യത്തിലുടനീളമുള്ള ഗോത്രങ്ങൾ അവരുടെ ചരിത്രവും ആചാരങ്ങളും കൈമാറാൻ കവിതയും സംഗീതവും നൃത്തവും ഉപയോഗിക്കുന്നു. കെനിയയുടെ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അടിമത്വം. 1600കളിലും 1700കളിലും നിരവധി കെനിയക്കാർ അടിമകളാക്കപ്പെട്ടു.
കെനിയ 1920 മുതൽ 1963 വരെ ബ്രിട്ടന്റെ കോളനിയായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഒരു പ്രസിഡന്റും ഒരു ദേശീയ അസംബ്ലിയും ഒരു ജുഡീഷ്യറിയുമുള്ള ഒരു റിപ്പബ്ലിക്കായി മാറി. റിപ്പബ്ലിക് ഓഫ് കെനിയയുടെ തലസ്ഥാന നഗരിയാണ് നെയ്റോബി. വൃത്തിയിലും വെടിപ്പിലും ഏതൊരു യൂറോപ്യൻ നഗരത്തെയും പോലെ. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും വാണിജ്യ പ്രാധാന്യമുള്ള നഗരമാണിത്. ഒരു യൂറോപ്യൻ നഗരത്തിൻ്റെ പകിട്ടുള്ള ഈ നഗരത്തിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് കെനിയയുടെ ഗ്രാമപ്രദേശങ്ങളും അവിടുത്തെ മനുഷ്യജീവിതങ്ങളും. നഗരവീഥികൾ കടന്ന് ഗ്രാമങ്ങളിലേക്ക് പോകുന്തോറും നല്ല റോഡുകളോ യാത്രാ സൗകര്യങ്ങളോ ലഭിക്കാത്ത ഇടങ്ങൾ ഇന്നും ഈ കൊച്ചു ആഫ്രിക്കൻ രാജ്യത്തുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന ഉപജീവന മാർഗം. ചോളം, പയർ, നെൽകൃഷി തുടങ്ങി എന്തും നൂറുമേനി വിളയുന്ന ഫലഭൂയിഷ്ടമായ മണ്ണാണിവിടെ. പശുപശുപ്പുള്ള മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടും മഴയുടെ കുറവും കിണറുകളില്ലാത്ത ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതങ്ങളെ ഇന്നും ദുരിതത്തിലേക്ക് നയിക്കുന്നുണ്ട്. ജലത്തിനു വേണ്ടി കിലോമീറ്റർ സഞ്ചരിക്കുന്നവരെ ഇപ്പോഴും ഈ രാജ്യത്ത് എവിടെയും കാണാമെന്നത് സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന ചിന്തയും. തീയും മഴയും മലയുമടങ്ങുന്ന പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ദൈവസങ്കല്പങ്ങളായിരുന്നിടത്തേക്ക് അവരെയും അവയെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാക്ഷികളായി മിഷണറിമാർ ഈ ദേശങ്ങളിലേക്ക് കടന്നു വന്നിട്ട് 150 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ രക്തത്തിലലിഞ്ഞ സംഗീതവും നൃത്തവും ദൈവമക്കളായവരുടെ സ്തുതി ആരാധനകളായി മാറിയപ്പോൾ സഫലമായി തീരുന്നത് ഇവിടങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖമായി മാറിയ സന്യാസ ജീവിതങ്ങൾ തന്നെയാണ്. ജപമാലയും കയ്യിലേന്തി സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കർത്താവിനെ പകർന്നു നൽകാൻ അത്യധ്വാനം ചെയ്യുന്ന ത്യാഗോജ്വലമായ വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് മിഷണറിമാർ. തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥ, ഭക്ഷണരീതികൾ, സംസ്കാരം, ഭാഷ ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ട് അജപാലന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയോടുള്ള സ്നേഹമൊന്നു മാത്രമാണ് ഇവരെ പാവപ്പെട്ടവരിലും ആരോരുമില്ലാത്തവരിലും കർത്താവിൻ്റെ മുഖം കണ്ട് ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിനു വേണ്ടി ജീവിക്കാൻ, മിഷണറിമാരാകാൻ പ്രേരിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ അയക്കപ്പെട്ട ശിഷ്യന്മാർ വലിയ സന്തോഷത്തോടുകൂടെ തിരിച്ച് യേശുവിൻ്റെ പക്കലേക്ക് വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. വലിയ സന്തോഷം അതായിരുന്നു
അയക്കപ്പെട്ട ശിഷ്യന്മാരുടെ മുഖമുദ്രയായിരുന്നത്. CMI സഭ ദേവമാതാ പ്രവിശ്യ അതിൻ്റെ വലിയ മിഷൻ സംരംഭമായിരുന്നു 40 വർഷങ്ങൾക്ക് മുൻപ് കെനിയയിൽ ആരംഭിച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിലെ CMI സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ ഭവനത്തിൽ നിന്നാണ് മലയാളികളായ മിഷണറി വൈദികർ വർഷങ്ങൾക്ക് മുൻപ് കെനിയയിലേക്ക് ക്രിസ്തു സാക്ഷികളായി കടന്നു ചെന്നത്. അയക്കപ്പെട്ട 40 വർഷം പിന്നിടുമ്പോൾ വലിയ സന്തോഷവും ആഹ്ലാദവുമാണ് ഈസ്റ്റ് ആഫ്രിക്കൻ മിഷനെക്കുറിച്ച്, കെനിയ മിഷനെക്കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കേരള കത്തോലിക്ക സഭയ്ക്കെന്ന് മാത്രമല്ല, ആഗോള കത്തോലിക്ക സഭയ്ക്ക് അനുഗ്രഹമായി തീരുകയാണ് കെനിയ മിഷൻ. ഷാലോം ടെലിവിഷനിലൂടെ കെനിയ മിഷനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ാണ് മാന്നാനംകുന്നിലെ ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സമൂഹമായ CMI സമൂഹം രൂപമെടുക്കുന്നത്. വിശുദ്ധ ചാവറപിതാവിനാലും സ്ഥാപക പിതാക്കളാലും ആ മാന്നാനംകുന്നിലെ ആ ശ്രമം 150 വർഷങ്ങൾക്ക് ശേഷം 1981 കെനിയയിൽ വന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് കെനിയയിൽ ആദ്യമായി വന്ന CMI വൈദികനാണ് എഡ്വേർഡ് പടിക്കലച്ചൻ. കെനിയയിൽ 26 രൂപതകളുണ്ട്. ആ രൂപതകളിൽ ഒന്നായ മച്ചാക്കോസ് രൂപതയിലെ അധ്യക്ഷനായിരുന്ന ഉർബാനോസ് കിയൗക്കോ പിതാവ് ദേവമാതാ പ്രവിശ്യയിലെ അലക്സ് അച്ഛനോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് എഡ്വേർഡ് അച്ഛൻ ആദ്യമായി ഇവിടെ വരാൻ ഇടവന്നത്. 1981 അത് സംഭവിക്കുക. ഉക്കമാനി റീജിയനിലെ ഖബ എന്ന സ്ഥലത്തുള്ള സ്കൂളിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എഡ്വേർഡ് അച്ഛൻ ഇവിടെ വന്നത്. ഏതാനും മാസങ്ങൾ കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കവർന്നെടുക്കുവാനുള്ള ഒരു കഴിവ് എഡ്വേർഡ് അച്ഛനുണ്ടായിരുന്നു. യുവജനങ്ങളെ സംഘടിപ്പിക്കുവാനും മനുഷ്യരുടെ ആധ്യാത്മികമായ വളർച്ചയിൽ പങ്കുചേരാനും അച്ഛൻ ഒത്തിരി സഹായിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കണ്ട് കൂടുതൽ ഞങ്ങൾക്ക് അച്ഛന്മാരെ തരാമോ എന്ന് അന്നത്തെ പിതാവ് ഉർബാനോസ് കിയോക്കോ ചോദിക്കുന്നത്. പിതാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ജോസ് കല്ലേലി അച്ഛൻ 1983 വന്നു. അതിനെ തുടർന്ന് പിറ്റേ വർഷം ജോയ് കളപ്പറമ്പത്തച്ഛനും വന്നു. ഉടൻ തന്നെ പിതാവ് നമ്മളുടെ പ്രവർത്തനത്തിൽ ആകർഷനായി ഖബ സ്കൂളിന് അടുത്തുള്ള ബ്യൂണി എന്നുള്ള ഒരു ഇടവക നമ്മെ ഫലമേൽപ്പിച്ചു. തുടർന്ന് അനുഗ്രഹങ്ങളുടെ വർഷമായിരുന്നു. 24 മണിക്കൂറും നമ്മുടെ അച്ഛന്മാർ ഇടവക ജനത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ വളരെ ഉത്സുകരായിരുന്നു. ബ്യൂണി ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ഒരു പാവപ്പെട്ട സ്ഥലം. പട്ടണങ്ങളിൽ നിന്നൊക്കെ ഏറെ അകലെ 40ഓളം കിലോമീറ്റർ കഴിഞ്ഞാണ് ഒരു ടാർമാക് റോഡ്. അവിടെ ബുദ്ധിമുട്ടുകളേറെയുണ്ട്. അവിടേക്കാണ് നമ്മുടെ മിഷണറിമാർ എത്തിച്ചേരുന്നത്. പക്ഷേ ആ മിഷണറിമാരെ സ്വീകരിക്കാൻ ആ മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ ഔദാര്യമുണ്ടായിരുന്നു. അവർ വന്ന മിഷണറിമാർക്ക് നമ്മുടെ അച്ഛന്മാരെ സ്വന്തമായി സ്വീകരിക്കുകയും എല്ലാം അവർക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം എത്തിക്കണമെന്ന്
അത് വെറും ചാരിറ്റി മാത്രമല്ലാതെ സോഷ്യൽ ആക്ഷൻ സംഘടിതമായി ശാസ്ത്രീയമായി അവരുടെ ഉന്നമനത്തിനായി ചെയ്യണമെന്ന് CMI അച്ഛന്മാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വർഗീസ് വൈന്തലക്കാരൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി MSW തീർന്ന അച്ഛനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇറങ്ങി. അന്ന് 4 പള്ളികൾക്കാണ് മേൽക്കൂര ഉണ്ടായിരുന്നെങ്കിൽ 14 പള്ളികൾക്കും മേൽക്കൂര ഉണ്ടാക്കാനായി തുടങ്ങി. കലീലച്ചൻ പറയുമായിരുന്നു, നല്ല പള്ളി വേണം, വിശുദ്ധ കുർബാനയും ശുശ്രൂഷകളും സമയത്ത് നടക്കണം, സർവോപരി അച്ഛന്മാർ ജനങ്ങൾക്ക് അവൈലബിൾ ആകണം. വാസ്തവത്തിൽ നമ്മുടെ വണ്ടികളൊക്കെ, അച്ഛന്മാരുടെ വണ്ടികളൊക്കെ ആംബുലൻസ് പോലെ ഉപയോഗിക്കും നാട്ടുകാർ. ചിലപ്പോൾ രാത്രിക്ക് ആയിരിക്കും അവർ വന്നിട്ട് പറയും, അച്ഛാ ഒന്ന് സഹായിക്കണം, ആസ്പത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ഷീണമായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കിടന്നാൽ പോലും അവരുടെ ഡിമാൻഡ് നമ്മൾ അനുസരിക്കും. കാരണം അവർക്ക് വേറെ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഉടനെ തന്നെ അവരെ കൊണ്ടുപോകും, ആസ്പത്രിക്ക് കൊണ്ടുപോകും. ഏകദേശം ഒരു 60-65 കിലോമീറ്ററൊക്കെ അകലെയാണ് ആസ്പത്രി ഉള്ളത്. അപ്പോൾ അവിടേക്ക് എത്തിയും. ചില ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും, ചിലപ്പോൾ അവർ വണ്ടിയിൽ പ്രസവിച്ചു എന്നും വരും. അപ്പം അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർ മിനിസ്ട്രിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ വിശ്വാസത്തിന് വേണ്ടി അതൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. CMI വൈദികരുടെ പ്രത്യേക തനിമ, എല്ലാ വർഷവും എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. വീടുകൾ സന്ദർശിക്കുമ്പോൾ പ്രത്യേകമായി 3-4 കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് CMI വൈദികർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആദ്യമായി കുരിശുരൂപം, സുവിശേഷം, ജപമാല, തിരുഹൃദയത്തിൻ്റെ പടം, ഒരു തിരി. ഈ വസ്തുക്കൾ ഉള്ള ഭവനങ്ങളാണ് നമ്മൾ സന്ദർശിക്കുകയും വെഞ്ചരിക്കുകയും ചെയ്യാറ്. തൽഫലമായി കുടുംബത്തിൻ്റെ അന്തരീക്ഷം വളരുവാനും സൗഹൃദം ഒന്നായി തീരുവാനും സാധിച്ചു. ആധുനിക ലോകത്തിൽ എല്ലാ ലോകത്തുള്ളതുപോലെ തന്നെ കെനിയയിലും കുടുംബ ഭദ്രത ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രായപൂർത്തിയാകുമ്പോൾ യുവതീ-യുവാക്കന്മാർ ഒരുമിച്ച് കാണുന്നു, പരിചയപ്പെടുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. വിവാഹമെന്ന ഉദാശ സ്വീകരിക്കാനുള്ള വലിയ ആഗ്രഹമോ അതിനുള്ള അവസരമോ അവർക്ക് ഇല്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ വൈദികർ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇവരാരൊക്കെയാണ് വിവാഹം കഴിക്കാത്തവരെന്ന് മനസ്സിലാക്കി അവരെ കണ്ടെത്തി സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിക്കുക നമ്മുടെ എല്ലാ ഇടവകയുടെയും ഒരു 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 മുഖമുദ്രയായിരുന്നു. നമ്മുടെ അച്ഛന്മാർ, അതിൽ പ്രത്യേകിച്ച് ആൻഡ്രൂസ് അച്ഛൻ, ഇവിടുത്തെ ജനങ്ങൾക്ക് സമ്പാദ്യശീലം ഇല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം വളരെ മനോഹരമാണ്. അതായത് ഇവർക്ക് ആ സമ്പാദ്യശീലത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്ത അടുത്ത നടപടി എന്ന് വെച്ചാൽ അദ്ദേഹം 50 കിലോമീറ്റർ അകലെയുള്ള തീക്കയിൽ പോയിട്ട് അവിടുത്തെ ബാങ്ക് ഓഫീസേഴ്സിനോട് അറേഞ്ച് ചെയ്ത് ഈ പട്ടണത്തിൽ ഇവിടെ ഈ സ്ഥലത്ത് അവർ ഓഫീസേഴ്സിന് കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളുടെ സമ്പാദ്യം നിക്ഷേപമായിട്ട് അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം അവർ വരികയും ഇവരുടെ നിക്ഷേപങ്ങൾ വാങ്ങിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമ്പാദ്യശീലം എല്ലാവർക്കും താല്പര്യമായി. നമ്മളുടെ ഏതെല്ലാം സ്ഥലത്ത്, മിഷൻ സ്ഥലത്ത് നമ്മുടെ അച്ഛന്മാരുണ്ടോ അത് അവിടെ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് കാര്യം. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്കത് വലിയൊരു ആശ്വാസമായി. ഞങ്ങളിവിടെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം വെള്ളമാണ്. ഞാൻ വന്ന കാലഘട്ടത്തിൽ ഇവിടെ മഴ ഒക്കെ വളരെ കുറവായിരുന്നു. കുടിവെള്ളം തന്നെ ഞങ്ങൾക്ക് വലിയ വിഷമമായി. ഞങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ വെള്ളം ഞങ്ങൾ സംഭരണികളിൽ സൂക്ഷിച്ച വെള്ളം കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത പുഴകളെ ആശ്രയിക്കും. അതൊരു 5-8 കിലോമീറ്റർ അകലെയുള്ള പുഴകളാണ്. ഞങ്ങൾ പോകുക, അവിടെ പോയി അത്
അവിടുന്ന് പിക്കപ്പിൽ ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങൾ ചോദിക്കും, അച്ഛാ അതിൽ നിന്ന് കുറച്ച് വെള്ളം, അപ്പോൾ ഞങ്ങൾ കൊടുക്കും. വേനൽക്കാലം മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ചിന്തിച്ചത് ഒരു പുഴയിൽ നിന്ന് കുറേ വെള്ളം, ഒരു മോട്ടർ വെച്ച് കുറേ വെള്ളം അടിച്ച് ഞങ്ങളുടെ അവിടേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടൊരു ടാങ്കൊക്കെ കെട്ടി അങ്ങനെ വെള്ളം ഞങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ പക്ഷം ഞങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാൻ പറ്റി എന്നുള്ള വലിയ ചാരിതാർത്ഥ്യം ഉണ്ട്. വിശുദ്ധ ചാവറ പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച ഒരു ചൈതന്യമാണ് തിരുവചനം പങ്കുവയ്ക്കുക. ഇതേ ദൗത്യം തന്നെ ഏറ്റുവാങ്ങിയ CMI വൈദികർ കെനിയയിൽ ആരംഭിച്ച ആദ്യത്തെ ധ്യാന കേന്ദ്രമാണ് എമ്മാവൂസ് റിട്രീറ്റ് സെൻറ്റർ. മക്കുട്ടാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ധ്യാന കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത്. എല്ലാ ദിവസവും ഒത്തിരി പേർ കൗൺസിലിങ്ങിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും വരുക പതിവുണ്ട്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ മാസത്തിലെ ആദ്യ ശനിയാഴ്ച പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് ധ്യാനത്തിൽ സംബന്ധിക്കുന്നതിനും തിരുവചനം സ്വീകരിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ഇടവരുന്നുണ്ട്. ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കെനിയയിൽ നിന്നുള്ള അച്ഛനായ ക്രിസ്റ്റഫർ അച്ഛനാണ്. I am Father Christopher Makau Masila. I belong to CMI, First Group of African Fathers. Currently, I am working in Makutano, CMI Emmaus Retreat Center. And this is where we are taking this video from. In this center, we began it in 2013. It was first made by Father John Thotapuli, who had an idea of a healing ministry here in Kenya. And since then, I came here as the first director of the retreat center. The retreat center holds a number of programs for the people. We have every day the team members come for adoration and prayers of intercession. Then also, we have Friday ministry, and the Friday ministry is basically for counseling and praying with the people personally or privately. Then also we have Saturday. Saturday we have prayers, public prayers for all, and day of worship, prayers of healing, especially in healing, deliverance, and blessings as well. And so these are a number of things that we have been doing. People have also been referred to this center, especially those who have possession issues in our diocese of Murang'a. People come to this place directed by their priests so that we can help them in matters of exorcism and deliverance. ആധ്യാത്മികമായ സൗഖ്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായും അവർ സൗഖ്യമുള്ളവരായി തിരിച്ചു ഭവനങ്ങളിലേക്ക് പോകുന്നു. കുടുംബമാണ് CMI സഭ വൈദികരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം. കുടുംബത്തിലെ ശുദ്ധീകരണം, അവരെ മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് മാറ്റിയെടുക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിൻ്റെ ഫലങ്ങൾ നാം കാണുകയും ചെയ്യും. Every month we have 3 days retreat, residential retreat, as well as those who come and go home free of charge. And also these help a lot in imparting the word of God and receiving God's blessings. So
these are the kind of things or programs that we have, and it has nourished many people, and it continues to be a source of blessing, especially in this diocese of Murang'a. So to our CMI fathers, this is a very wonderful ministry that needs more and more personnel, and so that it can grow and reach to other parts, not only of Kenya, but also of Africa. മന്ത്രവാദങ്ങൾക്ക് പേരുകേട്ട ഇടം കൂടിയാണ് കെനിയ. ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നുവരുന്നവരിൽ തങ്ങളുടെ അതിജീവനത്തിനും സ്നേഹക്കുറവുകൾക്കും പകപോക്കലുകൾക്കും വേണ്ടി ആഭിചാര കർമ്മങ്ങൾക്ക് അടിപ്പെട്ടവരുമുണ്ട്. കെനിയൻ സഭയിൽ അറിയപ്പെടുന്ന ഭൂതോച്ചാടകൻ കൂടിയായ ഈ മിഷണറി വൈദികൻ തനിക്ക് പൗരോഹിത്യത്തിലൂടെ ലഭിച്ച അധികാരമുപയോഗിച്ച് ഇവിടേക്ക് കടന്നുവരുന്ന ഇത്തരം മനുഷ്യരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിന് വസിക്കാനുള്ള ഇടമാക്കി അവരെ കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമുള്ളവരാക്കി മാറ്റുന്നു. അങ്ങനെ അനേകം മനുഷ്യരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ കഴിയുന്ന ഒരു വിശുദ്ധ ഇടം കൂടിയാണ് ഈ ധ്യാനകേന്ദ്രം. ചാവറ പിതാവിൻ്റെ സ്വപ്നമായിരുന്നു പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ CMI മിഷണറിമാർ കെനിയയിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ച 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിന്ത വരികയും ആദ്യമായിട്ട് ഒരു സ്കൂള് ബിയൂണിയിൽ ആരംഭിക്കുകയും ചെയ്തു. മിഷൻ്റേതായി പ്രൈമറി സ്കൂൾ തുടങ്ങി, കല്ലിയലിച്ചിൻ്റെ ജൂബിലിയോട് ചേർന്ന് ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി. എല്ലാം തന്നെ ബിയൂണി എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ് ടാർമാർക്ക് റോഡിലേക്ക് എത്താൻ. ആ ഓണം കേറാ മുഹലയിലേക്ക് നൈറോബിയിൽ നിന്ന് പട്ടണത്തിലുള്ള കുഞ്ഞുങ്ങൾ വന്നു പഠിക്കാനായിട്ട്. എന്നിട്ട് മച്ചാക്കോസിലെ 1ാമത്തെ സ്കൂളിൽ ഒന്നായി, കെനിയയിലെ തന്നെ 1ാമത്തെ സ്കൂളുകളിലായി. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുകയും തുടർന്ന് പല ഇടവകളിലും അവയോട് ചേർന്ന് സ്കൂളുകൾ ആരംഭിക്കുകയും അങ്ങനെ ഇന്ന് 7 പ്രൈമറി വിദ്യാലയങ്ങളും 3 സെക്കൻഡറി വിദ്യാലയങ്ങളും കെനിയയിൽ CMI സഭയ്ക്ക്, പ്രത്യേകിച്ച് ദേവമാതാ പ്രൊവിൻസിനുണ്ട്. ഇവിടെയെല്ലാം ചാവറ പിതാവിൻ്റെ സ്വപ്നം, അതായത് വിദ്യാഭ്യാസം, സ്കൂൾ, കുടുംബം, പള്ളി, ഈ 3 തലങ്ങളും ചേർന്ന് ഒന്നിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. അപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനം സ്വഭാവ രൂപീകരണവും, പള്ളിയുടെ പ്രവർത്തനം അതുപോലെ വിശ്വാസ രൂപീകരണവും, കുടുംബത്തിൻ്റെ പ്രവർത്തനം സ്നേഹത്തിലുള്ള വളർച്ചയുമാണ്. ഈ 3 തലത്തിലും വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് കെനിയയിൽ ഇന്ന് നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളുകളും നടത്തുന്നത് സിസ്റ്റേഴ്സാണ്. FCC സിസ്റ്റേഴ്സ്, CMC സിസ്റ്റേഴ്സ്, ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്. ആദ്യമായിട്ട് പ്രൈമറി സ്കൂള് ബിയൂണിയിൽ ആരംഭിച്ചത് FCC സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം, സിസ്റ്റേഴ്സ് കൂടെ നമ്മുടെ സ്കൂൾ നടത്തുന്നു എന്നുള്ളത് നാട്ടുകാർക്കും താല്പര്യമാണ്. ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്കായി തുടങ്ങിയ സെയിൻറ്റ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ
കെനിയൻ സമൂഹത്തിൻ്റെ ശ്രദ്ധയും ആദരവും പിടിച്ചുപറ്റിയ സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരു സ്കൂൾ ആ പ്രദേശത്തു തന്നെ ആദ്യമായിരുന്നു. ശാരീരികമായും മാനസികമായും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ വൈദ്യസഹായം, സംരക്ഷണം, ഭക്ഷണം, താമസം എന്നിവ ഈ സ്ഥാപനം നൽകുന്നു. തുന്നൽ, നെറ്റിംഗ്, കൃഷി തുടങ്ങിയ തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ നൽകുക കൂടി ചെയ്തുകൊണ്ട് ഈ മക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സെയിൻറ്റ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻ്റർ കൈപിടിച്ചുയർത്തുന്നു. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഇഴകിച്ചേരാനും പങ്കുചേരാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുവാനും നമ്മുടെ വൈദികർ ഒത്തിരി ഉത്സുകരായിരുന്നു. തൽഫലമായി വൈദിക അധ്യക്ഷൻ നമ്മെ കൂടുതൽ ഇടവകൾ ഏൽപ്പിക്കുവാൻ ഉത്സുകനാവുകയും തുടർന്ന് ബിയൂണിയുടെ അടുത്തുള്ള ഹുഗ എന്നുള്ള പാരീഷും അതിന് അടുത്തുള്ള ദോഞ്ഞോസുപുക എന്നുള്ള പാരീഷും നമ്മെ ഏൽപ്പിക്കുകയുണ്ട്. നമ്മുടെ പാസ്റ്റൽ പ്രവർത്തനങ്ങളിൽ ധാരാളമായി പുതുതായി കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പ്രായപൂർത്തിയായവരുടെയും മാമോദീസയുണ്ട്. ഒരു വർഷത്തിൽ തന്നെ 1000-ലധികം മാമോദീസകൾ നമ്മുടെ ഈ 18 പള്ളികളിലായിട്ട് നടക്കുന്നു. അത് ബിയൂണിയിൽ മാത്രമല്ല, എല്ലാ പള്ളികളിലും നാം ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന, വിവാഹങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നു. കൂടുതൽ ആളുകൾ പള്ളികളിലേക്ക് വരുന്നു. കാരണം നമുക്ക് പള്ളിയുണ്ട്, കൃത്യമായ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയും കൃത്യമായ ശുശ്രൂഷകളും ഉള്ള ഒരു സ്ഥലത്തേക്ക് എല്ലാവരും പോരും. കെനിയക്കാർ ബൈ നേച്ചർ വെരി റിലീജിയസ് പീപ്പിൾ. അവർ ദേ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദേ ബിലീവ് ഇൻ ഗോഡ്. അത് വളരെ കൃത്യമായി ഈശോയെക്കുറിച്ചും അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും പറയുമ്പോൾ ജനം നമ്മോടൊപ്പം വരുന്നു. തമ്പുരാൻ്റെ കരം അവരോട് കൂടെയുണ്ട്. കെനിയയിലത്തെ ജനങ്ങൾക്ക് വൈദികരോടും സമർപ്പിതരോടും എന്തെന്നില്ലാത്ത ആദരവും ബഹുമാനവും സ്നേഹവുമാണ്. അവരുടെ കയ്യിൽ നിന്നുള്ള ശുശ്രൂഷ അവ വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് കൂദാശകളോടുള്ള അവരുടെ ആഭിമുഖ്യം, ഭവന സന്ദർശനം, കുമ്പസാരം തുടങ്ങിയുള്ള എല്ലാ കൗദാശിക ജീവിത ചര്യകളിൽ CMI സഭ വൈദികർ ഏറ്റവും പ്രഗത്ഭരാണ്. ഞായറാഴ്ചകളിലെ കാഴ്ച സമർപ്പണം തന്നെ വൈദികരോടുള്ള ബഹുമാനത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. അവരുടെ കൃഷിസ്ഥലത്തുള്ള വിഭവങ്ങൾ കാഴ്ചയായി അവർ കൊണ്ടുവരുന്നു. കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും ഒരുമിച്ച് വൈദികർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ സംഭാവന ചെയ്യുന്നു. വൈദികരോടുള്ള ബഹുമാനവും സ്നേഹവുമാണ് ഇത് കാണിക്കുക. വൈദികർ ദൈവത്തിൻ്റെ പ്രതിപുരുഷരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഈ കാഴ്ച സമർപ്പണം നമുക്ക് ദൃശ്യമാക്കുക. എന്തെല്ലാം സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്താലും അതെല്ലാം പാസ്റ്ററലാണ്, അപ്പസ്റ്റോലിക് മിനിസ്ട്രി ആണെന്ന് നിർബന്ധം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ അച്ഛന്മാരെ എല്ലായിടത്തും ഓടി ചെന്നിരുന്നു. അതുകൊണ്ടാണ് മാമോദീസകൾ നമ്മുടെ പള്ളികളിൽ ധാരാളമായിട്ടുണ്ടാകുന്നത്. കൂദാശകൾ, കുമ്പസാരം, കുർബാന അത് കൃത്യമായി കൊടുക്കുന്നതിന്, രോഗിലേപം കൊടുക്കുന്നതിന് ഒരു വൈദികൻ്റെ ശുശ്രൂഷയ്ക്കായി ജനം കാത്തിരിക്കുന്നു. അത് നൽകാനുള്ള നല്ല മനസ്സ്, ആരോഗ്യം തമ്പുരാൻ നമ്മുടെ അച്ഛന്മാർക്ക് നൽകിയിരുന്നു. അതുവഴി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ 14 ചെങ്കയുണ്ടായിരുന്ന 14 കൊച്ചു പള്ളികളുണ്ടായിരുന്നത് ഇന്ന് 34 പള്ളികളായിട്ട് വളർന്നതെങ്കിൽ അത് കഠിനാധ്വാനത്തിൻ്റെയും തമ്പുരാൻ്റെ കൃപയുടെയും ജനത്തിൻ്റെ സ്വീകാര്യത്തിൻ്റെയും ഫലമാണ്. ഇതിൽ നമ്മളെ ഏറെ സഹായിക്കുന്നതാണ് കാറ്റഗിസ്റ്റ്. നമുക്ക് പോകാൻ സാധിക്കില്ല എല്ലാ പള്ളിയിലേക്കും. അച്ഛന്മാരെ സഹായിക്കുന്നത്, അച്ഛന്മാരില്ലാത്ത സ്ഥലത്ത് കാറ്റഗിസ്റ്റ് പോകുന്നു, അവർക്ക് വേണ്ട പരിശീലനം നമ്മൾ കൊടുക്കുന്നു. അവരാണ് ഈ മാമോദീസയ്ക്കായി കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത്, പ്രായപൂർത്തിയായി ഒരുക്കുന്നത്. അവരാ ഒരുക്കം കഴിഞ്ഞതിന് ശേഷമാണ് വൈദികൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ഫൈനൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് മാമോദീസായും വിവാഹം റെഗുലറൈസ് ചെയ്യുന്നു, വിശുദ്ധ കുർബാന നൽകുന്നു. ഒരു വൈദികൻ്റെ സന്തോഷം
കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നത്, വിവാഹം ആശീർവദിക്കുന്നത്, കുംഭസാരത്തിൽ പാപമോചനം നൽകുന്നത്, വിശുദ്ധ കുർബാന നൽകുന്നത്, അതല്ലേ? അതായിരിക്കണം. അതിവിടെ 2 പേരാണ് 18 പള്ളികളിൽ പോയതെങ്കിൽ ഇനിയും ധാരാളം പേര്, ധാരാളം യുവാക്കൾ നമുക്ക് വേണം. ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ നിന്ന് ചെറുപ്പക്കാർ കടന്നു വരുന്നുണ്ട് വൈദികരാകുവാൻ. വെറുതെ ഒരു വൈദികരാകുവാനല്ല, CMI വൈദികനാകണമെന്ന് തന്നെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാരുടെ ശുശ്രൂഷകൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ്, അത്രയും താല്പര്യത്തോടു കൂടിയാണ് ജനം പ്രതീക്ഷിക്കുന്നത്, ജനം സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾ മിഷൻ പ്രവർത്തനം തുടങ്ങി 20 വർഷത്തിന് ശേഷമാണ് ഫോർമേഷൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക. 2001 ആദ്യത്തെ കമ്പൈൻസി പ്രോഗ്രാം ഞങ്ങളുടെ CMI മിഷൻ്റെ ആരംഭമായി തുടങ്ങി. അതിൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് എന്നെ നിയമിച്ചു. ഈ അവസരത്തിൽ ഞങ്ങളുടെ ഇടവകയുള്ള കുട്ടികളാണ് പ്രധാനമായും കമ്പൈൻസി പ്രോഗ്രാമിന് വന്നത്. അതിൽ നിന്ന് 4 കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്ത് ആദ്യത്തെ ഫോർമേഷൻ തുടങ്ങി. നമ്മൾ CMI അച്ഛന്മാർ ഇവിടുത്തെ മക്കളെ എടുത്ത് വൈദികരാക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷമായി. അവർ ഉടനെ തന്നെ അവരുടെ സ്വന്തം ചെലവിൽ കെട്ടിടം പണിതു. അച്ഛന്മാർക്കും ആസ്പിറൻസിനും താമസിക്കാനുള്ള കെട്ടിടം പണിതു. സെമിനറി അവർ തന്നെയാണ് പണിത് തന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടവകയിലെ ജനങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്നും അത് നമ്മൾ ഈശോയെ എത്രമാത്രം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2001 നമ്മുടെ ആസ്പിറൻസ് ഹൗസ് ആരംഭിക്കുക. ആദ്യ ബാച്ചിൽ 4 പേരായിരുന്നു. അത് 4 പേരും നമ്മുടെ തന്നെ ഇടവകളിൽ നിന്നുള്ളവരായതുകൊണ്ട് നമുക്ക് അവരെ അറിയാനും അവർക്ക് നമ്മെ അറിയാനും എളുപ്പമായിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എങ്ങനെ ഇവരെ നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഒന്നാമതായി ഞാൻ ചെയ്തത്, ഞാൻ സ്കൂളിൽ ചെയ്തതുപോലെ ഓരോ സ്കൂളിനും ഓരോ മോട്ടോ ഉണ്ട്, എന്തായിത്തീരണം, എന്ത് ചെയ്യണം. അത് വെച്ച് ഞാനും കുട്ടികളും കൂടി എടുത്ത ഒരു ഫിലോസഫി ഓഫ് കാർമൽ സെമിനറി ഇതായിരുന്നു, ബി ഹോളി ആൻഡ് മേക്ക് ഹോളി. അപ്പോൾ അവരുമായിട്ട് സഹകരിച്ച് അവരുടേതായിട്ട് ഞാൻ എടുക്കുക ചെയ്ത്. അങ്ങനെ ഞങ്ങളുടെ ഫിലോസഫി, കാർമൽ സെമിനറിയുടെ ഫിലോസഫി, ബി ഹോളി ആൻഡ് മേക്ക് ഹോളി, വിശുദ്ധരാക്കുക. അത് അടിസ്ഥാനപരമായിട്ട് വെച്ച് ആ രീതിയിൽ ഇന്നും തുടരുന്നു. പക്ഷേ അത് അല്പം വ്യത്യാസപ്പെടുത്തി, ബി ഹോളി ടു മേക്ക് ഹോളി. നമ്മുടെ അച്ഛന്മാരുടെ നല്ല മാതൃക കണ്ട് CMI സഭയിലേക്ക് ആകർഷിക്കപ്പെടുകയും യോഗാർത്ഥി ഭവനത്തിൽ പരിശീലനം കഴിഞ്ഞ് നവസന്യാസ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഒത്തിരി എളുപ്പമാണ്. കാരണം അവർ ചാവറയച്ചനെക്കുറിച്ചും CMI സഭയെക്കുറിച്ചും സന്യാസ സഭയെക്കുറിച്ചുമൊക്കെ നമ്മുടെ അച്ഛന്മാരിൽ നിന്ന് ഒത്തിരിയേറെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ 2 വർഷത്തെ പരിശീലനം നവസന്യാസ ഭവനത്തിൽ പൂർത്തിയാക്കി 2005 മാർച്ച് 19 അവർ ആദ്യ വ്രത വാഗ്ദാനം ചെയ്തു. അപ്രകാരം അന്നാണ് CMI സഭ യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനായിട്ട് മാറിയത്. CMI മിഷൻ കെനിയയിലെ ജൂബിലി റൂബി ജൂബിലി ആഘോഷിക്കുമ്പോൾ പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, വി ഷാൽ ലുക്ക് ടു ദ പാസ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഏറെ നന്ദി പറയാനുണ്ട് ദൈവത്തോട്, മനുഷ്യരോട്, സഹപ്രവർത്തകരോട്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഏറെ പ്രതീക്ഷകളുമുണ്ട്. ലുക്ക് ടു ദ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ്. കാരണം ഇന്ന് സഭ വളർന്നു. 10 അച്ഛന്മാർ ഇവിടെ നിന്ന്, ഈ മണ്ണിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച് വൈദികരായി. 20 പേർ വിവിധ പരിശീലന തലത്തിലുണ്ട്. I am a proud member in the CMI congregation
And my dream is, in the spirit of the solidarity, this congregation will grow in this land. And more so, the empowering of the family, which is the first church. Of course, first evangelization has been done. Now it's secondary evangelization, but still a lot has been done in the families. It is through the families they grow in prayer life and also the reception of the sacraments. Our congregation is going to have more root. At the same time, it will be an opportunity also to get more vocations, not even in Kenya, but in East Africa and Africa at large. In the spirit of solidarity, I ask all the members, we journey together, praying for each other, praying for you, and praying for us. So we have received a lot of blessings. Especially we have increased in numbers, CMI, African Fathers. We have also a number of African brothers who are coming up, scholastics. Many other aspirants are interested to join our congregation. And so we are really growing in a manner that is encouraging to the rooting of the congregation here in Kenya. I am Father Alexander Mutua Moli. I'm working in Mactao Parish, also known as St. Chavara Catholic Parish, which is in Archdiocese of Mombasa, one of the vast dioceses. Now it is 2 years since I was transferred to that parish. We are involved in pastoral ministry. We are also involved in charity, mission, helping people, especially those who are not having food and sickly. We also visiting the sick people and giving Holy Communion to them. I'm very happy and privileged to having seen this Ruby Jubilee. വിശുദ്ധ കുര്യാക്കോസ് ഏലിയായും സ്ഥാപക പിതാക്കന്മാരും CMI സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുമ്പോൾ വിശുദ്ധ ചാവറ പിതാവിൻ്റെ മനസ്സിൻ്റെ വലിയ ദുഃഖം സിറോ മലബാർ സഭയിൽ വിശുദ്ധരുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മച്ചിയായിരുന്നു സഭ. സഭയിൽ വിശുദ്ധരെ ഉണ്ടാക്കുവാനാണ് സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുകയും നിരവധിയായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തത്. ഇന്ന് 40 വർഷങ്ങൾ കഴിയുമ്പോൾ കാണിക്കപ്പെട്ട ദൈവം കാണിച്ചു തരുന്ന എല്ലാ നന്മകളും ചെയ്യുമ്പോൾ കെനിയൻ സഭയിൽ നമുക്ക് വിശുദ്ധരെ വേണം. ചാവറ പിതാവ് പറയുന്നത് പോലെ ദൈവ തിരുമനസ് നടക്കും, നടത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ മിഷണറിമാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ഈശോയുടെ കൽപ്പന അത് അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രം കൊടുത്ത ഒരു കൽപ്പനയോ നിർദ്ദേശമോ ആയിരുന്നില്ല. ഈശോയെ അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കുമായി നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശമാണത്, കൽപ്പനയാണത്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അത് പറ്റണമെന്നില്ല. എന്നാൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ആയിരിക്കുന്ന സ്ഥലത്തായിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സഹനങ്ങളും ത്യാഗങ്ങളും വേദനകളും ഒക്കെ നിയോഗാർത്ഥം സമർപ്പിച്ച് ആത്മാക്കളെ നേടാൻ നമുക്ക് പറ്റും. നമുക്ക് പകരം നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മളാലാകുന്ന വിധത്തിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചും നമ്മളാലാകുന്ന വിധത്തിൽ ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി കാഴ്ചവെച്ചും മിഷണറിമാരെ കഴിയുന്ന വിധത്തിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈ ശുശ്രൂഷ അതിനുള്ള ഒരു നിമിത്തമായി കാരണമായി തീരട്ടെ. അനേകം യുവതിയുവാക്കൾ, യുവജനങ്ങൾ ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ജീവിതം കൊടുക്കാനും തയ്യാറായി മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.